വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി CPM പ്രചരണം ശക്തമാക്കുമ്പോൾ ഇതിനെതിരെ പ്രതിരോധം കടുപ്പിക്കുകയാണ് UDFും. ഇതിനിടയിൽ കെ ശൈലജയ്ക്കെതിരെ വ്യാജ പ്രചരണം നടത്തി അപമാനിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരെ വന്ന സൈബർ ആക്രമണം പ്രചരണമായുധമാക്കുകയാണ് വടകരയിൽ ഇടതുമുന്നണി. അശ്ലീല പദപ്രയോഗം നടത്തി സ്ഥാനാർത്ഥി കെ ശൈലജയെ അപമാനിക്കാനാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പ്രവർത്തകരും ശ്രമിക്കുന്നതെന്ന ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. ഇതിനിടെ കെ ശൈലജയ്ക്കെതിരെ വ്യാജ പ്രചരണം നടത്തി അപമാനിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തതോടെ വിഷയം കൂടുതൽ രൂക്ഷമായി. മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ TH അസ്ലമിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാണെന്ന് കെ ശൈലജ പറയുന്ന രീതിയിലുള്ള വ്യാജ വീഡിയോ പങ്കുവെച്ച് നാട്ടിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. മങ്ങാട് സ്നേഹതീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ന്യൂമാഹി UDF ചെയർമാൻ കൂടിയാണ് അസ്ലം. വിഷയം രാഷ്ട്രീയമായി CPM ഉയർത്തുമ്പോൾ അതിനെ അതേ രീതിയിൽ പ്രതിരോധിക്കുകയാണ് UDFും. വടകര UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരായ LDF ആരോപണം തെറ്റെന്ന് വടകര MLA കൂടിയായ കെ രമ പറഞ്ഞു. താൻ അടക്കമുള്ളവർ സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുണ്ട്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് ആര് ചെയ്താലും അത് തെറ്റാണ്. ഇവിടെ പക്ഷേ സൈബർ ആക്രമണം നടത്തിയവരെ കണ്ടെത്താൻ പോലീസ് പരാജയപ്പെടുകയാണെന്നും കെ രമ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. LDF സ്ഥാനാർത്ഥി പറയുമ്പോൾ അവർ ഭരിക്കുന്ന വകുപ്പാണ്, അവരുടെ കയ്യിലാണ് പോലീസ്, അവരുടെ കയ്യിലാണ് ഈ സൈബർ വിങ്ങുകളുള്ളത്, സൈബർ സെല്ലുകളുള്ളത്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു, ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം. അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. എന്തായാലും വടകര മണ്ഡലത്തിലെ പോരാട്ടം ഈ സൈബർ കേസിലൂടെ കൂടുതൽ ശക്തമായ രാഷ്ട്രീയ ചലനങ്ങൾക്കാവും വഴിയിട്ടേക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്.